ഷഹബാസിന്റെ വീട്ടുകാരും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോ ഷഹബാസിന്റെ ഉമ്മ പറയുമ്പോ എന്റെ ഉമ്മ പോലെയാണ്. ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ വെച്ചാല് അന്ന് പോയ ദിവസം പുര പോയപ്പോ ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്തോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി. ഒരു എന്താ ചെയ്യണ്ടിയല്ല, എനിക്കൊന്നും പറയാനും പറ്റില്ല. ഞങ്ങൾ മൂന്നാളും സെയിം അവസ്ഥയിലാണ്. അവിടുന്ന് എന്താ പറയേണ്ടി അറിയില്ല. അവനിയന്മാരായാലും എല്ലാരും ഞങ്ങളെല്ലാരും എപ്പോഴും അവിടെ ഉണ്ടാവുന്നോണ്ട് ഒരുമിച്ചാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കാര്യം ആരും മറന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഈ പയ്യനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. അവന്റെ ഉറ്റ ചങ്ങാതിയാണ്. ഇന്നത്തെ കാലത്ത് വലിയ നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ പാട് തന്നെയാണ്. ചിലരൊക്കെ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ കുറച്ചുപേര് നിൽക്കുന്നുണ്ടാവും. അവരെ ഒരിക്കലും വിട്ടുകളയരുത്. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂവിന്റെ പുറത്ത് നിൽക്കുന്ന വളരെ കുറച്ചു പേരെ കാണത്തുള്ളൂ. ചിലപ്പോൾ ഒരു 100-ൽ 2 പേരൊക്കെ കാണത്തുള്ളൂ. കൂട്ടുകെട്ടുകളാണ് എപ്പോഴും നമ്മളെ മാറ്റുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് നല്ല കൂട്ടുകെട്ടുകളെക്കാളും തീരെ മോശം കൂട്ടുകെട്ടുകളാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ളത്. അപ്പൊ ഈ MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് മോശം കൂട്ടുകെട്ടുകൾക്കാണ് ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത്. കാര്യം ഒരാള് വെള്ളമടിച്ചാൽ അടുത്ത ആളെയും കൂടെ പ്രേരിപ്പിക്കുകയാണ് വെള്ളമടിക്കാനോ അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാതെ ഒരാളെ കൂടെ നിർത്തണമെങ്കിൽ അതായിരിക്കും അടിപൊളി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് സൗഹൃദങ്ങളെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് വളരെ കുറച്ച്, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയ 1-2 ഫ്രണ്ട്സ് ഒക്കെയാണ് വളരെ ഇതായിട്ട് ഉള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്. കാര്യം അവരെന്ന് പറയുന്നത് വളരെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ആ ഒരു ഇതാണ്. കാര്യം ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം, ഒരുപാട് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം. കൂടുതലും ചീത്ത കൂട്ടുകെട്ടുകളായിരിക്കും വരുന്നത്. പക്ഷെ ഫിൽട്ടർ ചെയ്ത് അവരിൽ വിരലിൽ എണ്ണാവുന്നവരെ മാത്രം എടുക്കുക. ഒരുപാട് സൗഹൃദങ്ങൾ തേടി പോകാതിരിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് വേണ്ടത്. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊരു വീഡിയോ കണ്ടല്ലോ. അപ്പൊ ഷഹബാസിന്റെ ഉറ്റ സുഹൃത്തായ ഇവനെ ഈ ഷഹബാസിന്റെ മരണത്തിന്റെ ആ ഒരു വീഡിയോസിലൊക്കെ ഷഹബാസിന്റെ ഉപ്പയേക്കാൾ കൂടുതൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു പയ്യനായിരിക്കും ഇവൻ. എല്ലായിടത്തും പോകുമ്പോ അവൻ എന്നെ വിളിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പോയപ്പോൾ മാത്രം അവൻ എന്നെ വിളിച്ചു. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. എല്ലായിടത്തും പോകുമ്പോ ഞാൻ വിളിക്കലുണ്ട്. ഇനി മാത്രം വിളിച്ചില്ല. അവന്റെ കൂടെ ഇവിടെ തന്നെയാ? ചെറുപ്പം പാവന് ഇത് കണ്ടിട്ട് ഒന്ന് കണ്ണ് നനയാത്ത അല്ലെങ്കിൽ ഒന്ന് ചങ്ക് പിടയ്ക്കാത്ത ഒരു മലയാളികളും പോലും കാണില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് സംശയമാണ്. കാരണം ചങ്കിക്കൊള്ളുന്ന തരത്തിലാണ് ആ ചെറുക്കന്റെ സംസാരവും ആ കരച്ചിലും. അവൻ പറയുന്നുണ്ട് ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ അവൻ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഒരു റീലും വൈറലായിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴോ എടുത്ത ഒരു റീലാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ഒരു റീലാണ്. ആ റീലിനകത്ത് ഈ ഷഹബാസിനെയും ഈ പയ്യനെയും കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു റീൽ ഒന്ന് കണ്ടു നോക്ക്. പിന്നെ താമരശ്ശേരി ചായ വെക്കാനുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ സൈഡിലേക്ക് കണ്ടില്ലേ, ഇവരെവിടെ പോയാലും ഒരുമിച്ചാണ്. അപ്പൊ ഷഹബാസിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ജസ്റ്റിസ് ഫോർ ഷഹബാസ് എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ മുന്നിൽ തന്നെ നിന്ന ഒരു പയ്യൻ എന്ന് പറയുന്ന ഇവനാണ്. കണ്ടില്ലേ, ഈ പയ്യനാണിത്. ഇവൻ ഇത്രയും കാര്യമായിട്ട് തന്നെ ഈ കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് തന്നെ നല്ല രീതിയിൽ ക്യാമ്പയിൻ നടത്തിയ ഒരു പയ്യനാണ്. അന്നേരം ഇവനെതിരെയും ഒരുപാട് മോശം കമന്റുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് റീച്ചിന് വേണ്ടിയിട്ടാണ് ഇവൻ ഈ കാണിക്കുന്നതൊക്കെ എന്ന്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. ഈ പയ്യൻ ഈ അടുത്തിടയ്ക്ക് ഷഹബാസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവൻ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ് ആ ഒരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇതെന്തായാലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. കിട്ടും. അതായത് ഈ വാർത്ത കണ്ടതാണ്. അതായത് ഷഹബാസ് ഇടക്കൊക്കെ നിന്നോട് ഇങ്ങനെ എവിടെയും പോകുമ്പോൾ പാട്ട് പാടാൻ വേണ്ടി പറയും. അപ്പൊ നീ അതൊക്കെ വളരെ തമാശയിൽ തള്ളിക്കളയും. എന്നിട്ടിപ്പം അവൻ പോയതിനു ശേഷം നീ ഒരു പാട്ട് പാടി ഇത് കേൾക്കാൻ അവനുണ്ടാവോ എന്നാണ് അതിൽ ചോദിക്കുന്ന ചോദ്യം. ശരിക്കും എന്താണ് അതിന്റെ സത്യാവസ്ഥ? അത് ഞാൻ അവൻ ചോദിക്കുമ്പോ ഒക്കെ പാടി കൊടുക്കുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ ഞാൻ ആ വരികളിൽ ഉദ്ദേശിച്ചാല് അപ്പം പാടുമ്പോ കേൾക്കാനില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവൻ കേൾക്കുള്ള രീതിയിൽ പാടിയത്. ഈ പയ്യൻ ഈ അടുത്ത
അടുത്തിടയ്ക്ക് ഷഹബാസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അവൻ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. നമുക്ക് അതിലോട്ട് വരാം. ആദ്യം പറയുന്ന കംപ്ലീറ്റ് കേൾക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോ കുറെ കമന്റുകൾ കണ്ട് അവനുള്ളപ്പം ചെയ്തില്ല, അവൻ പോയപ്പം ചെയ്ത്. ഞാൻ വേറെ അക്കൗണ്ടായിരുന്നു, ബാനായി. അതിലാണ് ഫുള്ള് ഫോട്ടോ ഉണ്ട്, കുറെ ഫോട്ടോ ഉണ്ട്. പാട്ട് പാടിയതും ഞങ്ങൾ ഇരുന്ന് എവിടെയൊക്കെ പോകുന്നതും ഒരുമിച്ചുള്ള ഫോട്ടോകളൊക്കെ അക്കൗണ്ട് പോയോണ്ട് ഇപ്പൊ എല്ലാം ഞാൻ ഇടുമ്പോ എല്ലാം വിചാരിക്കുന്നു ഞാൻ അവനെ വെച്ച് റീച്ച് ഉണ്ടാക്കാണ്. ഞാനിപ്പോ ഈ പാട്ട് റീച്ച് ആണെന്ന് വെച്ചാൽ പാടിയതല്ലോ, ജസ്റ്റ് ഒരു ഫോണിൽ പാടിയതല്ലേ. ഞാൻ അതിന് വേണ്ടി ചെയ്യല്ല, കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ഓനും പോയ രീതിയിൽ റീച്ച് ആണോ ഇത് കാര്യമില്ല. എന്തായാലും അത് ഫേക്കാണ് വാർത്ത അല്ലേ, പക്കാ ഫേക്കാണ്. ഈ പയ്യന്റെ ഒരു ഇൻസ്റ്റാഗ്രാം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഷഹബാസുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട റീൽസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ആ അക്കൗണ്ട് ഒന്ന് കാണിക്കേണ്ടത്, ഇതാണ് ആ അക്കൗണ്ട്. ഷഹബാസിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ കണ്ടില്ല. റീലൊക്കെ പോസ്റ്റ് ചെയ്തത് 1.5 മില്യൺ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഷഹബാസിന് നീതി കിട്ടാതെ നമ്മളാരും സമരമുഖത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം. ഇതാണ് ഈ പയ്യന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പൊ ഷഹബാസ് മരിച്ചതിന് ശേഷമാണ് ഈ പയ്യനെ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി. അന്ന് ഒരുപാട് ആൾക്കാർ ഇവന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എടുത്തു വെച്ച ഒരു ഫോട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ ഈ പയ്യന്റെ അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് 8139 ഫോളോവേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. മേ ബി ഇതിനേക്കാളും കുറവായിരിക്കണം. ഞാൻ ഈ ഒരു ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് 67.5K ആണ്. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടായതാണ് 67,500 ഫോളോവേഴ്സ്. ഈ പയ്യൻ വന്ന് എന്നെ ഫോളോ ചെയ്യണോന്ന് പറഞ്ഞിട്ടുണ്ടായ ഫോളോവേഴ്സ് ഒന്നും അല്ല ഇത്. ആളുകൾ ഇവനെ തേടി പിടിച്ചു വന്ന് ഫോളോ ചെയ്തതാണ്. അതിനകത്ത് ഇവനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഈ ആളുകള് 8000 ആദ്യം കാണിച്ചില്ല. ആ ഒരു ഫോളോവേഴ്സ് ഉള്ള സമയത്ത് തന്നെ ഇവനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി എന്ന് പറയുന്നത് ഷഹബാസെ ആൾക്കാരെ നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്തിനാണ് എന്നെ ഒറ്റക്കാക്കി പോയത്? അതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. ഞാൻ ആരോടും ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ പറഞ്ഞിട്ടില്ല, സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ല. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാ മതി. പ്ലീസ്, ബുദ്ധിമുട്ടാണെങ്കിൽ അൺഫോളോ ചെയ്തോ, ഉപദ്രവിക്കല്ലേ. ഞാൻ ആരെയും ഒന്നും ചെയ്തില്ലല്ലോ. ഇപ്പോ തന്നെ ആളുകൾ പറയും സിമ്പതിക്ക് വേണ്ടിയാണിതെന്ന്. എന്തായാലും എനിക്ക് നിന്റെ കൂടെയുള്ള നിമിഷങ്ങൾ തന്നെയാണ് മനോഹരമായിട്ടുള്ളത്. വരില്ലെന്നറിയാൻ വരത്തല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇട്ടിരിക്കുന്നത്. സോ അവൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നെ ഫോളോ ചെയ്തെന്നോ ചെയ്യുന്നോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നോ കമന്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ പറയുന്നുണ്ട് വേണമെങ്കിൽ അൺഫോളോ ചെയ്ത് പോയിക്കോളാൻ. പിന്നെ ഈ ഒരു 6 ദിവസം മുമ്പ് ഒരു സോങ് ഷഹബാസിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ എന്തായാലും ആ ഒരു പോസ്റ്റ് അതിനകത്ത് ആ പാട്ട്, അപ്പൊ ഹൈലൈറ്റിലാണ് ആ പാട്ട് അവിടെ കൊടുത്തേക്കുന്നത്. ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം. ചിരിക്കുമ്പോൾ ചിന്തയില്ല നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന് നാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്. അപ്പൊ ഇതാണ് ആ പാട്ട്. ഇത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ഈ സോങ്. ഇത് കാണുമ്പോഴും പല നാളുകളും വിചാരിക്കുന്നത് ഈ പയ്യൻ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. ഈ പയ്യൻ എന്ത് ഫീലിങ്സോടെയാണ് ആ പാട്ടൊക്കെ പാടിയത്. അവന്റെ ആ ഒരു കരച്ചിൽ കണ്ട എല്ലാവർക്കും മനസ്സിലാവും, ഒരു മനസ്സുള്ള എല്ലാവർക്കും മനസ്സിലാവും അത് റിയൽ ആണെന്നുള്ള കാര്യം. എന്ത് കണ്ടിട്ടാണ് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്നത്? അമ്മയെ തല്ലിയാലും 2 വർഷമുള്ള നാടാണെന്ന് പറയുന്ന പോലെ എത്രയൊക്കെ പറഞ്ഞാലും നന്നാവാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. മറ്റുള്ളവന്റെ ഫീലിങ്സ് മനസ്സിലാവാതെ പോയി കുത്തി 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 നോവിക്കുന്നതാണ് ഇവന്മാരുടെയൊക്കെ പണി.
അങ്ങനെയുള്ള നാറികൾക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ള ചൊറിച്ചില്. എന്തിനാ ഇവനിക്ക് എന്ത് കിട്ടാനാണ് ഈ റീച്ച് ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കാനാണ്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ചത്തവനെക്കാളും മാനുഷിക പരിഗണന കൊന്നവനിക്കാണ്. അതാണ് നമ്മുടെ സമൂഹം. അങ്ങനെ നിയമമുള്ള നാടായി പോയി നമ്മുടേത്. അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രണ്ട് പയ്യന്മാരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പ്യുവർ ആണെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും അങ്ങനെയുള്ള പ്യുവർ സ്നേഹം ഉള്ളിടത്ത് മാത്രമേ ഇതിന്റെ വേദന മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.